ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നിവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് റിയൽമി 3 പ്രോ ആണ്. റിയൽമി 3 പ്രോ കാർബൺ ഗ്രേ കളറാണ്. അതിൻ്റെ 4GB 64GB വേരിയൻ്റാണ് നമ്മൾ ഇന്നിവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഈ പ്ലാസ്റ്റിക് കവർ ഒന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ബോക്സിനുള്ളിൽ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അത് നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വേറൊരു ചെറിയൊരു ബോക്സ് കൂടെ കിട്ടുന്നതാണ്. അപ്പോൾ അതിനുള്ളിൽ ഇതിൻ്റെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ബാക്ക് കവറുണ്ട്. പിന്നെ ഇതിൻ്റെ വാറണ്ടി ഇൻഫോർമേഷനും ക്യുപ്യൂയിഡും ആണുള്ളത്. പിന്നെ ഇതിൻ്റെ നമ്മുടെ ഹാൻഡ്സെറ്റ് റിയൽമി 3 പ്രോ. പിന്നെ അതിൻ്റെ ട്രാവൽ അഡാപ്റ്റർ, ഇത് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് 5 വോൾട്ട് 4 ആംപിയർ ആണ്. പിന്നെ അതിൻ്റെ ചാർജിങ് ആൻഡ് USB കേബിൾ, ഇത് ടൈപ്പ് 2 കേബിളാണ് വരുന്നത്. പിന്നെ അതിൻ്റെ സിം എജക്ടർ ടൂളും കൂടിയാണുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ ബോക്സിനുള്ളിലുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാൻഡ്സെറ്റ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ പ്രൊട്ടക്ഷൻ ഫിലിമൊക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കളർ വരുന്നത് കാർബൺ ഗ്രേ കളറാണ്. അതുപോലെ തന്നെ ഇതിൽ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടൊരു സ്ക്രീൻ പ്രൊട്ടക്ടർ കൂടി റിയൽമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ സെറ്റ് നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഫിംഗർ പ്രിൻ്റൊക്കെ വളരെ ഫാസ്റ്റായിട്ട് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ UI വരുന്നത് ColorOS 6 ആണ് വരുന്നത്. ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത് Android 9 ആണ്. പിന്നെ ഇതിൻ്റെ സ്ക്രീൻ വരുന്നത് 6.3 ഇഞ്ച് സ്ക്രീനാണ്. അത് ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. 2340x1080 ആണ് ഇതിൻ്റെ റെസൊല്യൂഷൻ വരുന്നത്. ഇത് ഗോറില്ല ഗ്ലാസ് 5 വെച്ചിട്ടാണ് ഇത് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പ്രോസസ്സർ ആണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 710 ആണ് വരുന്നത്. ഒക്ടാകോർ പ്രോസസ്സറാണ്. 2.2 GHz ആണ് ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് പറയുന്നത്. അതിനകത്ത് 8 കോറുകളാണുള്ളത്. അതിൽ 2 ഗോൾഡ് കോറും ബാക്കി 6 സിൽവർ കോറുമാണുള്ളത്. 2.2 GHz ഉള്ള 2 ഗോൾഡ് കോറുകളും 1.7 GHz ഉള്ള 6 സിൽവർ കോറുകളും. പിന്നെ ഇതിൻ്റെ GPU വരുന്നത് Adreno 616 ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ അബൌട്ട് ചെക്ക് ചെയ്യണമെങ്കിൽ ഡിവൈസിൻ്റെ നെയിം, മോഡല്, പിന്നെ ഏത് OS ആണെന്നുള്ളത്, പിന്നെ അതിൻ്റെ പ്രോസസ്സർ, പിന്നെ റാം 4GB ആണ് വരുന്നത്. പിന്നെ അതിൻ്റെ ഡിവൈസ് സ്റ്റോറേജ് 64GB ആണെങ്കിലും 46.8GB മാത്രമേ നമുക്ക് യൂസറിന് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ക്യാമറ UI നോക്കുകയാണെങ്കിൽ ഫോട്ടോ, വീഡിയോ, പോർട്രേറ്റ് എന്നീ 3 മോഡുകളാണ് ഇതിനകത്ത് ഉള്ളത്. പിന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഹാംബർഗർ മെനു കൂടിയുണ്ട്. അതിനകത്ത് കുറച്ച് മോഡുകൾ കൂടിയുണ്ട്. സ്ലോമോ, ടൈം ലാപ്സ്, എക്സ്പേർട്ട്, പാനോ, നൈറ്റ്സ്കേപ്പ്, ഇത്ര മോഡുകളാണുള്ളത്. പിന്നെ നമുക്ക് ഇതിനകത്തൊരു സ്ലോമോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ലോ മോഷൻ വീഡിയോ എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ലോ മോഡിലോട്ട് അത് മാറും. നമുക്ക് അവിടെ തന്നെ അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് മെയിനിലോട്ട് പോകുന്നതാണ്. ഇപ്പോൾ നമ്മുടെ എക്സ്പേർട്ട് മോഡിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇത് നമ്മൾ എക്സ്പേർട്ട് എന്ന് വെച്ചാൽ പ്രോ മോഡ്, നമുക്ക് എല്ലാം മാനുവലായിട്ട് കൺട്രോൾ ചെയ്യാം. നമുക്ക് ഇതിനകത്ത് നോക്കി തന്നെ ഈ വൈറ്റ് ബാലൻസ് നമുക്ക് മാറുന്നതിനകത്ത് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ റിയലിലൊരു ഡ്യുവൽ ക്യാം സെറ്റപ്പാണ്. 16:5 ഒരു കോമ്പിനേഷനാണ് വരുന്നത്. അതിനകത്ത് 16 MB എന്ന് പറയുന്നത് 1.7 അപ്പാർച്ചറാണ് വരുന്നത്. അതിൻ്റെ ഇമേജ് സെൻസർ എന്ന് പറയുന്നത് സോണിയുടെ IMX591 ആണ്. അത് OnePlus-Tയിലെ സെയിം സെൻസർ തന്നെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ 5 MB വരുമ്പോഴത്തേക്കും 2.4 ആണ് അതിൻ്റെ അപ്പാർച്ചർ വരുന്നത്. പിന്നെ ഫ്രണ്ടിലൊരു 25 MB 2 അപ്പാർച്ചറുള്ളൊരു സെൽഫി ക്യാമറയും കൂടിയാണ് ഇതിനകത്ത് വരുന്നത്.
ഇതിൻ്റെ ഫിസിക്കൽ ലേ ഔട്ട് നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിലായിട്ടൊരു പവർ ബട്ടൺ മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ ടോപ്പ് സൈഡിലായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു സെക്കൻഡറി ആയിട്ടുള്ള ഒരു നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് കാണാം. പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് പോയി കഴിഞ്ഞാൽ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ, പിന്നെ സിം ട്രേ ആണുള്ളത്. ഇപ്പോൾ നമുക്ക് സിം ട്രേ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എജക്റ്റ് ചെയ്ത് നോക്കാം. ഇതിനകത്ത് ഹൈബ്രിഡ് ആണോ അതോ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡാണോ നോക്കാം. ഓക്കെ, ഇതിനകത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മെമ്മറി കാർഡ് നമുക്ക് യൂസ് ചെയ്യാം. 2 സിമ്മും ഒരു മെമ്മറി കാർഡ് നമുക്ക് യൂസ് ചെയ്യാം. അത് 256 GB വരെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ബോട്ടം സൈഡിലോട്ട് വരുവാണെങ്കിൽ ഒരു സ്പീക്കർ ഗ്രില്ല് നമുക്കിവിടെ കാണാം. പിന്നെ ഒരു USB പോർട്ട് കാണാം. പിന്നെ ഒരു നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്, പിന്നെ വരുന്നത് 3.5mm ഓഡിയോ ജാക്ക്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ, ക്യാമറ സെറ്റപ്പ്, പിന്നെ ഒരു റിയൽമിയുടെ ഒരു ലോഗോ. ഇത്രയാണ് ഇതിൻ്റെ ഒരു ഫിസിക്കൽ ലേ ഔട്ടായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സാർ വാല്യൂ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ സാർ വാല്യൂ വരുന്നത് ബോഡി 0.739 Watt/kg, ഹെഡ് 1.159 Watt/kg ആണ് ഇതിൻ്റെ സാർ വാല്യൂ വരുന്നത്. പിന്നെ ഇതിൽ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് കുറേ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. നമുക്കത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അതപ്പോൾ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വന്നിരിക്കുന്ന ആപ്ലിക്കേഷൻ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാവുന്നതാണ്. നമുക്കിതിൻ്റെ സാമ്പിൾ ഫോട്ടോസും കൂടെ കുറച്ച് നോക്കാം. ഇതാണിപ്പോൾ ഇതിനകത്ത് എടുത്ത സാമ്പിൾ ഫോട്ടോസാണ്. അപ്പം കുറച്ച് സാച്ചുറേഷൻ ഒരു പൊടിക്ക് കൂടുതലാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ സെറ്റിങ്സ് ഒന്നും മാറ്റിയിട്ടില്ല. ഇതിപ്പോൾ നോർമലി വന്ന മോഡിൽ തന്നെ എടുത്തതാണ്. അപ്പം സാച്ചുറേഷൻ ഒരു ശകലം കൂടുതലാണ്. പിന്നെ ഇതിനകത്തൊരു വേറൊരു വ്യത്യാസം തോന്നിയത് നോർമൽ മോഡിലും പോർട്രേറ്റ് ഫോട്ടോ എടുക്കാൻ നേരത്ത്. ഇപ്പോൾ നോർമൽ മോഡിൽ എടുക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി ഫോട്ടോ ക്രോപ്പ് ആവുന്നുണ്ട് ഈ പോർട്രേറ്റ് മോഡിൽ എടുക്കാൻ നേരത്ത്. അതുതന്നെയല്ല, ഈ നോർമൽ മോഡിൽ എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി സാച്ചുറേഷൻ കൂടുതലായിരിക്കും പോർട്രേറ്റ് മോഡിൽ എടുക്കുമ്പോൾ. അപ്പം അതാണ് ഈ നോർമൽ മോഡിലും പോർട്രേറ്റ് മോഡിലുമായിട്ട് എടുത്തപ്പോൾ ചെറിയൊരു വ്യത്യാസം തോന്നിയത്. അല്ലാതെ ക്യാമറ പെർഫോമൻസ് ഒന്നും വലിയ കുഴപ്പമില്ല. ക്യാമറ UI ഒക്കെ തന്നെ ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ലോ ലൈറ്റ് പെർഫോമൻസ് ഒന്ന് ചെക്ക് ചെയ്താണിത്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് നമുക്ക് ഇതിന് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ബൾബിൻ്റെ ഒരു ചെറിയ വെട്ടത്തിലെടുത്ത ഫോട്ടോസാണ്, നൈറ്റ് സ്കേപ്പ് എടുത്ത ഫോട്ടോസാണ്. പിന്നെ അതിനകത്തൊരു കുഴപ്പമായിട്ട് വന്നത് ചെറിയ ലൈറ്റ്, അതിനകത്ത് ലൈറ്റ് കുറഞ്ഞ സ്ഥലങ്ങളിൽ ചെറിയ കളർ ഫ്രിഞ്ചിങ് വരുന്നുണ്ട്. ചില സ്ഥലത്ത് വയലറ്റും ചില സ്ഥലത്തൊരു ഓറഞ്ച് അല്ലെങ്കിൽ റെഡിഷ് പോലത്തെ കളർ ഫ്രിഞ്ചിങ് കയറി വരുന്നുണ്ട്. അപ്പോൾ അത് വലിയ പ്രശ്നമൊന്നുമല്ല, അതാണ് ഒരു ചെറിയൊരു പ്രോബ്ലം. ഈ നൈറ്റ് സ്കേപ്പ് മോഡിൽ ഒരു പ്രോബ്ലമായിട്ട് തോന്നിയതാണ്. അല്ലാതെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റിസൾട്ട് ഈ നൈറ്റ് സ്കേപ്പ് മോഡിൽ നമുക്ക് തരുന്നുണ്ട്. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.